വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദ് പിന്നീട് ഗത്തിലേക്ക് പോയി. തേലാം മുതൽ ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഷൂർ വരെയുള്ള പ്രദേശത്ത് വസിച്ചിരുന്ന ഗഷൂര്യരെയും ഗിർസ്യരെയും അമലോക്യരെയും അവൻ അനുയായികളൊത്ത് ആക്രമിച്ചു. ഫിലിസ്ത്യർ തങ്ങളുടെ ശക്തമായ സൈന്യത്തോട് ഒത്ത് സാവൂളിനെതിരെ നീങ്ങിയെന്ന് മനസ്സിലാക്കിയ സാവൂൾ കർത്താവിനോട് താൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചെങ്കിലും കർത്താവോ പ്രവാചകന്മാരോ ഒരു മറുപടിയും നൽകിയില്ല. സാവൂൾ വേഷപ്രച്ഛന്നനായി രണ്ടുപേരെ കൂട്ടി രാത്രിയിൽ ഒരു മന്ത്രവാദിനിയുടെ അടുത്തെത്തി അവളോട് പറഞ്ഞു, നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൾ ചോദിച്ചു, ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത്? മരിച്ചുപോയ സാമുവേലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു. സാവൂളിൻ്റെ ദുഷ്പ്രവർത്തികൾ മൂലം കർത്താവ് അവനിൽ നിന്നും അകന്നുപോയെന്നും അവിടുന്ന് രാജ്യം അവനിൽ നിന്നെടുത്ത് ദാവീദിന് കൊടുത്തിരിക്കുന്നുവെന്നും കർത്താവിൻ്റെ സ്വരം ശ്രവിക്കായക കൊണ്ട് അവനെയും ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്ത്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും എന്ന് കേട്ട സാവൂൾ അത്യധികം ഭയപ്പെട്ടു. ദാവീദ് അനുചരന്മാരോടൊത്ത് ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിയപ്പോഴേക്കും അമലേക്യർ നെഗബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോയതായും കണ്ടു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ? ഞാൻ അവരെ പിടികൂടുമോ? കർത്താവ് അരുളി ചെയ്തു, പിന്തുടരുക. തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. 1 സാമുവേൽ 30-8 അന്ന് സന്ധ്യ മുതൽ പിറ്റേന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി. അമലേക്കർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. തൻ്റെ 2 ഭാര്യമാരെയും രക്ഷപ്പെടുത്തി. ദാവീദ് സിക്ലാഗിലെത്തി കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തൻ്റെ സുഹൃത്തുക്കളായ യൂദായിലെ ശ്രേഷ്ഠന്മാർക്ക് കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്നുള്ള സമ്മാനമായി നൽകി. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് സാവൂളിനെയും പുത്രന്മാരായ ജോനാഥിനെയും അബിനാദാബിനെയും മൽക്കിഷുവായെയും വധിച്ചു. സാവൂൾ ശത്രുക്കളിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് കരുതി സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു. 1 സാമുവേൽ ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.